ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ ആനന്ദ്പൂർ ധാമിൽ പൊതുപരിപാടി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ 3880 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ മോദി തുടക്കം കുറിച്ചു. വയനാട് പുനരധിവാസ പദ്ധതിക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് 17 കോടി രൂപ കൂടി കെട്ടിവയ്ക്കാൻ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം. നേരത്തെ സർക്കാർ നിശ്ചയിച്ച 26 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇത്. അതേസമയം ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ പണം ആവശ്യപ്പെട്ട് എൽസ്റ്റൺ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ആഫ്രിക്കയുടെ കിഴക്കുള്ള ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ റീയൂണിയൻ ദ്വീപുകളിൽ ചിക്കുൻഗുനിയ വ്യാപനമുണ്ടായ സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്താകെ വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റേത് ബദൽ മാതൃകയെന്ന് മന്ത്രി എം പി രാജേഷ്. രാജ്യത്ത് ആദ്യമായി 20 ലക്ഷത്തോളം തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. കേരള തൊഴിലുറപ്പ് തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലോഗോ പ്രകാശനവും വെബ് പോർട്ടൽ ഉദ്ഘാടനവും അംഗത്വ കാർഡ് വിതരണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കടലോരങ്ങളെ മാലിന്യമുക്തമാക്കി മനോഹരമാക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ശുചിത്വ നഗരം സുന്ദര തീരം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കടൽ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചാലി മുതൽ അഴിയൂർ വരെ ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പ്രഥമ ഓൾ ഇന്ത്യ പോലീസ് ബാഡ്മിന്റൺ ആൻഡ് ടേബിൾ ടെന്നീസ് ക്ലസ്റ്റർ മത്സരങ്ങൾക്ക് കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര സേനാംഗങ്ങൾ എന്നിവർ ഗെയിംസിന് തുടക്കം കുറിച്ച് നടന്ന മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. മത്സരങ്ങൾ ഏപ്രിൽ 15 അവസാനിക്കും. 5 ദിവസങ്ങളിലായി ആകെ 1200 മത്സരങ്ങളാണ് നടക്കുക. കോഴിക്കോട് വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. വടകര ജില്ലാ ആശുപത്രിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ ഇക്കൊല്ലത്തെ വിഷു ഈസ്റ്റർ സഹകരണ വിപണികൾക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 10% മുതൽ 35% വരെ വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഈ മാസം 21 വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി സജ്ജീകരിച്ചിരിക്കുന്നത്. വിഷുക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബംഗളൂരു SMVT സ്റ്റേഷനിൽ നിന്ന് എറണാകുളം വരെയും തിരിച്ചും പ്രത്യേക ട്രെയിൻ സർവീസ് ഏർപ്പെടുത്തി ദക്ഷിണ റെയിൽവേ. നാളെ SMVT ബംഗളൂരുവിൽ നിന്നും തിരിച്ച് 14 എറണാകുളത്ത് നിന്നും സർവീസ് നടത്തുന്ന രീതിയിലാണ് ക്രമീകരണം. സുസ്ഥിര തൃത്താല പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിഷു റംസാൻ കാർഷിക കാർണിവലിന് പാലക്കാട് നാഗലശ്ശേരി വാഴക്കാട് പാടശേഖരത്തിൽ തുടക്കമായി. 3 ദിവസം നീണ്ടുനിൽക്കുന്ന കാർണിവലിന്റെ സമാപന സമ്മേളനം മറ്റന്നാൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ശബരിമല ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ആറാട്ട് ഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തെത്തി. മേട വിഷു പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 18 നടയടയ്ക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ ഇന്ന് രാത്രി 9 വരെ അടച്ചിടും. ഈ സമയത്തുള്ള ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. UPSC പരീക്ഷ പ്രമാണിച്ച് ഞായറാഴ്ച കൊച്ചി മെട്രോ സർവീസ് നേരത്തെയാക്കി. രാവിലെ 7 മണി മുതൽ ആലുവയിൽ നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും സർവീസ് ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ചെന്നൈ 13.4 ഓവറിൽ 6 വിക്കറ്റിന് 71 റൺസ് എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് പ്രദേശത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. രാജ്യത്തെ ഓഹരി വിപണികൾ മികച്ച നേട്ടത്തിൽ വ്യാപാരം പൂർത്തിയാക്കി. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1310 പോയിന്റ് ഉയർന്ന് 75,757ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 429 പോയിന്റ് നേട്ടത്തിൽ 22,829ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.